എൻ്റെ പെങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ ടീച്ചർമാരൊരു മഴയത്ത് അവൾക്ക് വയറുവേദന ഉണ്ടായിട്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നടന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് വന്നത്. ഒരു മഴയായിരുന്നു. അന്നൊരു 80 വയസ്സുള്ളൊരു അമ്മയെ, വല്യമ്മ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഞാൻ ഈ വല്യമ്മയുടെ പുറകിൽ വീടിനകത്ത് കുടയും ചൂടി നിൽക്കുകയാണ്. വീടിനകത്ത് കുട ചൂടി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങളുടെ വീട്ടിലൊന്ന് കുട ചൂടണമായിരുന്നു. എന്താ കാരണം എന്നറിയോ? വീടിന് പുറത്ത് വീഴുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം വീടിനകത്ത് വീണുകൊണ്ടിരുന്നു. ഞങ്ങളുടെ അന്നത്തെ വീട് കുറച്ചും കൂടെ നല്ല വീടായിരുന്നു. ചാണകട്ടം മെഴുകി നല്ല ഗംഭീരമാക്കി വെച്ചിരിക്കുന്നതാണ്. മഴ ചടപടാന്ന് പെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വിത്തും കൂടെ ഇട്ടാൽ നല്ല കൊയ്യാൻ ഭാഗത്തിന് നെല്ലുണ്ടായി വരും. അതുപോലെ ഇളകി മറിഞ്ഞ് കിടക്കുകയാണ്. ടീച്ചർമാർ വന്നപ്പോൾ തണുത്ത് വിറച്ച് വന്നതല്ലേ എന്ന് കരുതി എൻ്റെ അമ്മ 2 ടീച്ചർമാർക്ക് 2 ഗ്ലാസ് കാപ്പി എടുത്തു കൊടുത്തു. ഞാൻ ഈ വല്യമ്മയെ കുട പിടിച്ച് നിൽക്കുന്നു. കയറിയിരിക്കാൻ പറയാനൊരു സ്ഥലം ഞങ്ങളുടെ വീട്ടിലില്ല. ആകെ നനഞ്ഞ് കുതിർന്ന് കിടക്കുകയാണ്. 2 ഗ്ലാസ് കാപ്പി എടുത്തു കൊടുത്ത് ടീച്ചർമാർ തന്നതല്ലേ എന്ന് വിചാരിച്ച് വാങ്ങി. അവരുടെ മനസ്സും മുഖവും കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവർക്ക് അറയ്ക്കുന്നുണ്ട്. കാരണം അതുപോലെ കിടക്കുക വീട്. അവരാ തണുപ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അമ്മ അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് അവർ എന്നെ കണ്ടില്ല. അവരിത് അങ്ങോട്ട് മാറിയിട്ട് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തു കാപ്പി. എന്നിട്ട് കുടിച്ചതുപോലെ ഗ്ലാസ് അവിടെ വെച്ചു. അപ്പം തന്നെ ഇറങ്ങിപ്പോയി. ഉള്ളിക്കൂടെ ഒരു ആന്തല്. ദൈവമേ, ഒരു മനുഷ്യന് കയറി വരാൻ പറ്റിയൊരു വീട് പോലും ഞങ്ങൾക്കില്ലായിരുന്നു. ദാരിദ്ര്യം പറയാനല്ല നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾ വയനാട്ടിൽ വന്ന് നോക്കണം ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ജീവിതം. എന്താ കാരണം എന്നറിയോ? ഒരു ലോട്ടറി ടിക്കറ്റും അടിച്ചതല്ല. ഞങ്ങളുടെ കുടുംബം സ്വർഗത്തിലെ ദൈവത്തിന് കാഴ്ചവെച്ചപ്പം ഒറ്റ ആശീർവാദം: മക്കൾ നന്നായി വരും കേട്ടോ, അത് മതി. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പാപസ്വഭാവം കൊണ്ട് പറ്റിയ വീഴ്ചകൾ ഇപ്പോൾ ഉള്ളൂ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. ഒറ്റ കാരണമുള്ളൂ: തൻ്റെ പ്രിയപ്പെട്ടവനായി മാറുക. കർത്താവേ, നീയാ വലുതെന്ന് എന്നെൻ്റെ അധരം കൊണ്ട് പറയാൻ തുടങ്ങിയോ, അന്ന് എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ സഹോദരങ്ങളുടെയും എൻ്റെയും തലയുടെ മുകളിൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ എനിക്ക് പ്രിയപ്പെട്ടത്. അന്നിറങ്ങി വരപ്രസാദം. പിന്നെ ദാരിദ്ര്യം ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. വെച്ചടി കാറ്റെന്ന് വേണേൽ പറയാം. ഇപ്പം കുറച്ച് പ്രതിസന്ധി ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കയ്യിലിരിപ്പോണ്ട് വന്ന് മാത്രം കർത്താവിൻ്റെ കുഴപ്പമല്ല. ദൈവമക്കളെ ഓർക്കണം, മറിയത്തിൻ്റെ ജീവിതത്തിൽ കൃപാവസ്ത്രത്തിൻ്റെ ഉള്ളിൽ അവൾ നിന്നപ്പോൾ ദാരിദ്ര്യം അറിയാൻ പോലും ദൈവ കുടുംബത്തെ അനുവദിച്ചില്ല. അവരുടെ മുമ്പിൽ കാഴ്ചവെപ്പുണ്ടായിരുന്നു. എന്തിന് നീ ഭാരപ്പെടുന്നു? ദൈവം നിനക്കൊരു കുടുംബം തന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലേക്ക് നോക്കി നീ പെറുപെറുക്കല്ല ചെയ്യേണ്ടത്. ഇല്ലായ്മയിലേക്ക് നോക്കി നീ കരയുകയല്ല ചെയ്യേണ്ടത്. കൃപ കൊണ്ട് നിന്നെ പൊതിയുന്ന ദൈവം അനുഗ്രഹത്തിൻ്റെ ദാനമായ സമാധാനം നിന്റെ വീട്ടിൽ നിറയ്ക്കും. മനസ്സിലായെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. എന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? ദൈവത്തെ സ്തുതിച്ച് വാങ്ങിക്കൊള്ളണം. ഇതാ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരമ്മ. ആൻറ്റിമാരല്ലേ കൂടുതലിരിക്കുന്നത്. കുടുംബത്തെ ഓർക്ക് ഭാരപ്പെടരുത്. ഇങ്ങനത്തെ ഒരു വീട്ടിലാണല്ലോ വന്ന് പെട്ടത്. ഈ ധ്യാനാണല്ലോ എൻ്റെ കഴുത്തിൽ മുറുകിയത്. ഇതൊക്കെയാണല്ലോ എൻ്റെ വയറ്റിൽ നിന്ന് വന്നത്. ഇങ്ങനെ ഓർത്തോ, മക്കളെ ഓർത്തോ, ഭർത്താവിനെ ഓർത്തോ പെറുപെറുക്കുകയോ ഭാരപ്പെടുകയല്ല ചെയ്യേണ്ടത്. പകരം എന്ത് ചെയ്യണമെന്നറിയോ? എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ശിരസിലൊരു മുടിയിഴ പോലും താഴെ പോകുന്നില്ല. ഇതൊരനുഗ്രഹമാണ്. ഇന്നാൾ വൈദികർക്ക് ധ്യാനം നടക്കുകയാണ്. തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൽ വൈദികർക്ക് ധ്യാനം നടക്കുക. ഞങ്ങൾ ഒത്തിരി വൈദികരിരിക്കുക. ഇവിടെ അടുത്തുള്ള PU തോമസ് സാറ്, നിങ്ങളറിയോ? നവജീവൻ ട്രസ്റ്റ് അറിയോ? ആ മനുഷ്യൻ വന്ന് ക്ലാസ് എടുത്തു. ഞങ്ങളെടുക്കുന്ന പോലെ വലിയ തൊപ്പിയും കൊപ്പായം വെച്ച് ഗംഭീരമായിട്ടൊന്നുമല്ല. ഒരു ദൈവഭക്തനായ മനുഷ്യൻ വളരെ ശാന്തമായിട്ട് ക്ലാസ് എടുത്തു. അയാളുടെ ദൈവീക കാരുണ്യ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. അയാളുടെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ ഇരുന്ന് കരയും. എൻ്റെയൊക്കെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുക. അയാൾ പറഞ്ഞൊരു കാര്യം കണ്ടമാനം എന്നെ സ്വാധീനിച്ചു. ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷേ അയാളുടെ വായിന്ന് കേട്ടപ്പോൾ ഒരു പ്രത്യേക മധുരം അതിന്. ഞാൻ പറയുമ്പോൾ അത്രയും നന്നാവില്ല. എങ്കിലും അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ മെഡിക്കൽ കോളേജിൽ അറ്റൻഡർ പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ച് കിട്ടുന്ന ഭക്ഷണം മുഴുവൻ പാവം കൊടുത്ത് 250 മാനസിക രോഗികളും തകർന്നവരും ഒന്നുമില്ലാത്തവരുടെയും കൂടെ പങ്കുവെച്ച് ജീവിതം നയിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അയാൾ അങ്ങനെ നല്ല ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കുടുംബത്തിലേക്ക് ദൈവം ഒരു കൊച്ചിനെയും കൂടെ കൊടുത്തു. ആ കൊച്ചിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് കഴുത്തിന് കീഴ്പോട്ട് അനങ്ങൂല. നാട്ടുകാരിങ്ങനെ പറഞ്ഞു എന്ന്, ഇവൻ ഇത്രയും വലിയ ദൈവ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താ പോലും ഇങ്ങനെ വന്നത്? ഇവൻ ആളത്ര എന്തെങ്കിലുമൊക്കെ തമ്പുരാനോട് കാണിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ടവർക്ക് കിട്ടുന്നത് പറ്റിച്ചെടുത്തിട്ടുണ്ടാകും. എന്തെങ്കിലുമൊക്കെ തട്ടിപ്പും വെട്ടിപ്പും കാണിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഇരിപ്പതൊന്നും കിട്ടാൻ സാധ്യതയില്ലല്ലോ. നമുക്കൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും മുറിവുണ്ടായെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ ഒരു സുഖമല്ലേ? അയാളോട് ചില ആളുകൾ വന്ന് ചോദിച്ചു, തോമസ് ചേട്ടാ, നിങ്ങളുടെ കുടുംബം നല്ല സന്തോഷത്തോടെ പോവില്ലായിരുന്നോ? ഇങ്ങനെ ഒന്നിനെ കിട്ടിയപ്പോൾ എന്തു തോന്നണു? ഈ ഒരു ശാപം, ഈ ഒരു മുറിവ്, ഈ ഒരു ദുരിതം വീട്ടിലേക്ക് വന്നപ്പോൾ എന്തു തോന്നണു? അയാളൊരു മറുപടി പറഞ്ഞു. ഞാൻ ആ പുറകിലിരുന്ന കസേരയിലിരുന്ന് കരഞ്ഞു. എന്താ അയാൾ പറഞ്ഞെന്നറിയോ? അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു,
അതേ, നിങ്ങൾ വിചാരിച്ച പോലെ അല്ലത്. എൻ്റെ സ്വർഗത്തിലെ ദൈവം മാലാഖമാരുടെ ഒരു ആലോചന ചോദിച്ചു. ഇങ്ങനെ തളർന്നു കിടക്കുന്ന ഒരു കൊച്ചിനെ ഭൂമിയിലേക്ക് അയക്കണം, ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? അപ്പം മാലാഖമാരും ദൈവം കൂടി തീരുമാനിച്ചു, കോട്ടയത്ത് ഒരു തോമസ് ഉണ്ട്, തോമസിൻ്റെ കയ്യിൽ കൊടുത്താൽ തോമസ് അതിനെ പൊന്നുപോലെ കൊണ്ടു നടന്നോളൂ. വേറെ ആരുടെങ്കിലും കൈ കൊടുത്താൽ അതിന് ഒത്തിരി മുറിവുകൾ ഉണ്ടാകും, തോമസ് അതിനെ നന്നായി നടക്കും. അപ്പം എൻ്റെ കയ്യിൽ തന്നു. ദൈവം എനിക്ക് തന്ന ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ദുരിതത്തെ ദൈവം തന്ന ദാനമായി കണ്ട മനുഷ്യൻ, അയാൾ ഏത് വസ്ത്രത്തിൻ്റെ ഉള്ളിലാണെന്നറിയോ? ഒന്നുറക്കെ പറ. അയാൾ ധരിച്ചത് അത്ര കൃപാവസ്ത്രം. അങ്ങനെയാണെങ്കിൽ മദ്യപാനിയായ ഒരു ഭർത്താവാണോ നിനക്കുള്ളത്? നീ മദ്യപാനിയായ ഭർത്താവിനെ നോക്കിയിട്ടല്ല പറയേണ്ടത്. ഒരു കള്ളുകുടിയനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ദൈവം. അവനെ മാനസാന്തരപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. നീ അതിനെ വിശുദ്ധീകരിച്ചു കൊടുക്കണം. ഒരു അവിശ്വാസിയെ നിന്റെ കൈ തന്നു, ഒരു നിഷേധിയെ നിന്റെ കൈ തന്നു, ഒരു കുറ്റവാളിയെ നിന്റെ കൈ തന്നു, ഒരു അനുസരണമില്ലാത്തതിനെ നിന്റെ കൈ തന്നു. നീ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പകരം നീ പാപജീവിതത്തില്ല. എന്നിട്ട് നിന്റെ പാപത്തിൻ്റെ ആയുധങ്ങൾ കൊണ്ട് നിരന്തരം മുറിവേൽപ്പിക്കുന്നു, പിശാച് കൈകൊട്ടിച്ചിരിക്കുന്നു. ഇതല്ലേ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത്? ദൈവമക്കളെ തിരിച്ചു ചിന്തിക്കണം. എൻ്റെ ദൈവം അവൻ്റെ അനുഗ്രഹവും ആശീർവാദവുമാണ്. ഇതാ ഞാൻ പറഞ്ഞതാണ്, ആദമിന് ഹവ്വയ്ക്കും കൃപാവസ്ത്രം നഷ്ടപ്പെട്ടു എങ്കിൽ ഇതാ ദൈവം കൃപാവസ്ത്രത്തിലുള്ള മറിയമിനെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നീ ഈ കുടുംബത്തിൻ്റെ അമ്മയാണ്. അമ്മ മാത്രം പോരാ, ഒരപ്പനും വേണം ആ വീട്ടിൽ. എന്താണ് ഒരപ്പൻ? നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് അപ്പൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മുതിർന്ന ആളുകൾക്ക് പേടിയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ അപ്പന്മാരെ നമ്മൾ കണ്ടിട്ടുള്ളത്, സ്നേഹമുള്ളവരായിരുന്നെങ്കിലും. ഇന്ന് പല സ്ഥലത്തും അപ്പന്മാരുടെ പ്രത്യേകത എന്താണ്? ഒരു ബൈബിളിൽ ഒരു കുടുംബത്തിലെ അപ്പൻ്റെ യോഗ്യത പറയുന്നുണ്ട്. ഇതാ യൗസേഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഇതാണ് തിരു കുടുംബത്തിലെ അപ്പൻ. ഈ അപ്പൻ്റെ കയ്യിലാണ് യേശു എന്ന് പറയുന്ന കുഞ്ഞ് താലോലിക്കപ്പെടാൻ പോകുന്നത്. ശരീരത്തിൻ്റെ യോഗ്യതയല്ല അപ്പൻ്റെ യോഗ്യത. കയ്യിലിരിക്കുന്ന പോക്കറ്റിൻ്റെ വലിപ്പമല്ല ഒരപ്പൻ്റെ യോഗ്യത. നാട്ടുകാരുടെ സമ്മതപത്രമല്ല ഒരപ്പൻ്റെ യോഗ്യത. ഒരപ്പൻ്റെ വിശിഷ്ടത എന്തെന്നറിയോ? ഒരൊറ്റ വിശിഷ്ടതയുള്ളൂ, ശ്രദ്ധിക്കണം. ഇതാ കന്യകയായ മറിയം യോസേഫുമായിട്ട് വിവാഹ നിശ്ചയം നടന്നു. അവർ കൂടി വരുന്നതിന് മുമ്പ് തന്നെ മറിയം ഗർഭിണിയാണെന്ന് യോസേഫ് അറിഞ്ഞു. അവർ കൂടി വരുന്നതിന് മുമ്പ് തന്നെ മറിയം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കന്യക ഗർഭിണിയാണ് എന്ന് യോസേഫ് അറിഞ്ഞു. അവൻ ആകെ അസ്വസ്ഥനായി. തൊട്ടു താഴെ അവൻ്റെ വിശിഷ്ടത പറഞ്ഞിരിക്കുകയാണ്. ഒരു ഭർത്താവ് എന്താണ്? തൊട്ടു താഴെ എഴുതിയിരിക്കുകയാണ്, അവൻ നീതിമാനാകൊണ്ടും അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന കന്യക അപമാനിതയാകരുത് എന്ന് ആഗ്രഹിച്ചത് കൊണ്ടും. രണ്ട് പ്രത്യേകതയുണ്ട് ഒരു ഭർത്താവിന്. ഒന്ന്, അവൻ ദൈവസന്നിധിയിൽ നീതിമാൻ, നാട്ടുകാരുടെ മുമ്പിലല്ല. അവൻ ദൈവ തിരുസന്നിധിയിൽ നീതിമാൻ. രണ്ടവൻ്റെ പ്രത്യേകത, ദൈവസന്നിധി നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവം അവനെ നോക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലായി നീതിരഹിതമായ ഒന്നുവനിലില്ല. പുറമേ നമ്മൾ വലിയ നീതിമാന്മാരായിരിക്കും, എല്ലാവരും പറയും കണ്ടുപഠിക്ക്, ഒരു ഇതുമില്ല, ഉള്ളെന്താ അവസ്ഥ? ചീഞ്ഞ് നാറി കിടക്കുക. പക്ഷെ ദൈവം യോസേഫിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീതിയുള്ളൊരു മനുഷ്യൻ, നീതിമാൻ. അവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ കാരണം വേറൊരാൾ അപമാനിക്കപ്പെടരുത്. എന്നിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് യോസേഫ് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതാണോ നല്ല ഭർത്താവ് എന്ന് പറഞ്ഞത്? യോസേഫ് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ ഉപേക്ഷിക്കാൻ? രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? മറിയത്തിനെ യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എങ്ങനെയെന്നറിയോ? പരസ്യമായിട്ടാണ്, അല്ലേ? പുരോഹിതന്മാർ ചേർന്നു ദൈവാലയത്തിൽ ആലോചന ചെയ്തു, ഈ വിവാഹം നിശ്ചയം നടത്തി. പരസ്യമായിട്ട് ആലോചിച്ചതാണിത്. പരസ്യമായ ഒരു ആലോചനയിലാണ് യോസേഫിനോട് പറഞ്ഞത്, ഇവളുടെ കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം തട്ടാതെ ഇവളെ ഇതാ നീ ജീവിത പങ്കാളിയെ കൊണ്ടു നടക്കണം. പരസ്യമായിട്ടാണ് ഏൽപ്പിച്ചത്. എങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്? ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇതാ മുമ്പിലിരിക്കുന്ന ഈ മഞ്ഞ ഷർട്ടിട്ട ബനിയിട്ട കൊച്ചിൻ്റെ കയ്യിലേക്ക് ഞാൻ ഈ മൈക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. 400 ആൾ ഈ പള്ളിയകത്തുണ്ടെന്ന് കൂട്ടുക. ഇത്രയും ആളുകളെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു, ഞാനിതാ ഇവൻ്റെ കയ്യിൽ ഈ മൈക്ക് ഏൽപ്പിക്കുകയാണ്. തിരുമേനി വിളിക്കുന്നുണ്ട്, ഞാൻ അവിടം വരെ പോയിട്ട് തിരിച്ചു വരാം. ഈ മൈക്ക് അത്ര നല്ല മൈക്കൊന്നും അല്ല, വളരെ സെൻസിറ്റീവാണ്, വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അവനോട് പ്രത്യേകം ഞാൻ പറഞ്ഞു, നീ സൂക്ഷിച്ചു കൊള്ളണം, കേടാക്കി കഴിഞ്ഞാൽ ചെവി പിടിച്ച് പൊന്നാക്കി കളയും. 2 ശാസനയും കൊടുത്ത് മൈക്ക് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച്. എല്ലാവരും കണ്ടു മൈക്ക് ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അവൻ വാങ്ങുകയും ചെയ്തു. ഞാനങ്ങോട്ട് പോയതക്കത്തിന് കൊച്ചല്ലേ, അവിടെ പിടിച്ച് 2 തിരി, ഇവിടെ പിടിച്ച് 2 തിരി, അതിൻ്റെ ഇടപാട് തീർന്നുപോയി. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ
മൈക്ക് ആരോട് ചോദിക്കും? ഈ കൊച്ചിനോട് ചോദിക്കും. ഈ കൊച്ചിന് ഈ മൈക്ക് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ? ആരും കാണാതെ ഈ കൊച്ചു മൈക്ക് ഒരു എറിവ് വെച്ച് കൊടുത്തു. നമ്മൾ ആരോട് ചോദിക്കും? ആരുടെ റെസ്പോൺസിബിലിറ്റി ഈ മൈക്ക് എന്നെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത്? ഇവനത് രഹസ്യമായിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ? ഇവനൊരു രക്ഷയില്ല, ഇവൻ കുടുങ്ങി. ഇവൻ്റെ തലയിൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം വരും. പിന്നെ ഇവനിത് എങ്ങനെ രക്ഷപ്പെടും? ഇവൻ നോക്കിയപ്പോൾ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. അയ്യോ, ആ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ചോദിക്കും. കണ്ടാൽ തന്നെ അറിയാം ഒരു ഭീകര ലുക്കാണ് അതിനുള്ളത്. എന്നാ ഇവിടെ സംഭവിക്കണമെന്ന് അറിയാമല്ലോ, എന്നാൽ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് ഇവനിത് കൈകാര്യം ചെയ്യാൻ പറ്റുക? ഇവനൊരൊറ്റ കാര്യം ചെയ്യാൻ പറ്റും. ഇവൻ എഴുന്നേറ്റ് ഇവിടേക്ക് വന്ന് നിൽക്കും. എന്നിട്ട് എല്ലാവരോടും പറയും, എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. അപ്പം മൈക്ക് കൊടുത്തുകൊണ്ട് അധികാരം അവൻ്റെ അടുത്തെന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ കണ്ണടച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഒരു കാര്യം ചെയ്തു. ഈ മൈക്ക കസേരയിൽ വെച്ചിട്ട് ആരും കാണാതെ അവൻ ഇറങ്ങി ഒറ്റ പോക്ക് പോയി. അല്ലാതെ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ലേ? അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, മറ്റുള്ളവർ കാണാതെ ഒളിച്ചു പോവുക. യോസേഫ് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിച്ചു. എന്തുവാ അതിൻ്റെ അർത്ഥം? യോസേഫ് ഒളിച്ചു പോകാൻ തീരുമാനിച്ചു. ഇതാ കുറച്ച് നാൾ കഴിയുമ്പോൾ മറിയത്തിൻ്റെ ഗർഭം നാട്ടുകാരറിയും. അപ്പം നാട്ടുകാർ പറയും, മറിയം ഗർഭിണിയായി. ആരാണ് ഉത്തരവാദി? യോസേഫ് എന്തിയേ? യോസേഫിനെ കാണുന്നില്ല. ആരുടെ തലയിൽ കുറ്റം വരും? ഒറ്റെണ്ണം മിണ്ടൂല. ആരുടെ തലയിൽ കുറ്റം വരും? യോസേഫിൻ്റെ തല. ആൾക്കാർ പറയാം, കൊച്ചിനോട് അവൻ അങ്ങനെയൊക്കെ ചെയ്തല്ലേ. കുറ്റം ആരുടെ തലയിൽ വരും? മറിയത്തെ കല്ലേറിന്ന് രക്ഷിക്കാൻ യോസേഫ് സ്വയം കുറ്റമേക്കാൻ തയ്യാറായി. അതല്ലേ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറെന്ന് പറഞ്ഞാൽ കരച്ചിൽ വരില്ലേ നമുക്ക്? ഇങ്ങനെയൊരു ഭാര്യയോട് പെരുമാറിയാൽ ഏത് ഭർത്താവിന് എങ്ങനെ പെരുമാറാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പേരാണ് കരുണയുള്ളൊരു ഭർത്താവ്. നീതിമാൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഒരു കുടുംബത്തിലൊരു അപ്പൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള വീട്ടിൽ അനുഗ്രഹം വീഴും. വയനാട്ടിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. ഒരിക്കൽ തിരുമേനിയെല്ലാം കൂടെ ഒരു കുടുംബം ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ആൻറ്റി കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ ഞാനാണ് കൗൺസിലിംഗ് അന്നേരം കൊടുക്കുന്നത്. കൗൺസിലിങ്ങിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്. കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ കൗൺസിലർക്ക് കൗൺസിലിംഗ് സ്വീകരിക്കുന്ന വ്യക്തിയോട് സിമ്പതി തോന്നാൻ പാടില്ല, എമ്പതി തോന്നണം. സിമ്പതി തോന്നാൻ പാടില്ല, എമ്പതി എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ കരയും. വന്ന ആളുകൾ വലിയ സങ്കടവും പ്രയാസമായിട്ട് അവർ കരയും. അന്നേരം അച്ഛൻ കൂടെ കരയാൻ പാടില്ല. അച്ഛനെ ആശ്വസിപ്പിച്ചിട്ട് അവരെ ബലപ്പെടുത്തണം. അല്ലാണ്ട് അച്ഛനും കൂടെ കരഞ്ഞാൽ അവരാകെ തകർന്നു പോകും. അതുകൊണ്ട് അവരൊന്നും ബലപ്പെടുത്തുക. അതിനാണ് എമ്പതി എന്ന് പറയും. ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, എൻ്റെ അച്ഛ, എനിക്കെൻ്റെ വീട്ടിൽ ജീവിക്കുമ്പോൾ വലിയ അസ്വസ്ഥതയാണ്. അതങ്ങനെയാണല്ലോ, അതുകൊണ്ടാണല്ലോ ധ്യാനത്തിൽ വരുന്നത്. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? ഭർത്താവിനെ നോക്കുമ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അതാണ് മിക്ക സ്ത്രീകളുടെയും പരാതി. അപ്പം ചോദിച്ചു, ഭർത്താവിന് എന്താ പ്രശ്നം? എന്താണ് അയാളുടെ കുഴപ്പം? അപ്പോൾ ഈ ആൻറ്റി പറയണേ, എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അനേക സ്ത്രീകളുടെ പരാതി കേട്ടിട്ടുണ്ട്. ഒറ്റ സ്ത്രീ മാത്രമേ എന്നോട് ഇങ്ങനെ പറഞ്ഞുള്ളൂ, എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കാരണം എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുകയാണ്. അത്രയ്ക്ക് സ്നേഹമാണ് എന്നോട്. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അപ്പം കാരണം പറയുകയാണേ, എൻ്റെ അച്ഛൻ, ഞങ്ങൾ ഈ കോതമംഗലം ഭാഗത്തുനിന്ന് കുടിയേറിയ ആളുകളാണ്. ഒരു എസ്റ്റേറ്റിൻ്റെ മുതലാളിയാണ് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയത്. ഭർത്താവ് ഇച്ചിരി കണക്കൊക്കെ അറിയുന്നതുകൊണ്ട് എസ്റ്റേറ്റിലെ റൈറ്ററായി. ഞങ്ങൾക്കൊരു കുറച്ച് സ്ഥലവും തന്നു, അവിടെ ഒരു ചെറിയ വീടും വെച്ചു. ഇയാൾക്ക് 10-900 ഏക്കർ സ്ഥലം കണ്ട് അവിടെ ഉണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഇതാ ഞാനും മക്കളും ഭർത്താവും കൂടി ജീവിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവ് എസ്റ്റേറ്റിൽ നിന്ന് വരും, കൂടെ ഈ മുതലാളിയും വരും. ഈ സ്ത്രീ എന്നെ കാണുമ്പോൾ തന്നെ 10-50 വയസ്സുണ്ട്, അവർക്ക് 50 വയസ്സെങ്കിലും ഉണ്ട്. നല്ല സുന്ദരിയായ ഒരു സ്ത്രീ. അപ്പോൾ അവരുടെ ചെറുപ്പം വളരെ സൗന്ദര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ മുതലാളിയും കൂടെ വരും. മുതലാളി വെറും കൈയോടെയല്ല വരുന്നത്, ഒരു ഫുൾ കുപ്പിയായിട്ടാണ് വരുന്നത്. അയാൾ വന്നു കഴിയുമ്പോൾ ഈ ഭർത്താവിനെ കുടിപ്പിച്ച് കിടത്തോടെ ഈ സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധം. വർഷങ്ങൾ ഈ അവിഹിത ബന്ധം തുടർന്നു, അനേക വർഷങ്ങൾ തുടർന്നു, കുറേ നാൾ. പക്ഷേ ഈ ഭർത്താവ് മദ്യത്തിൻ്റെ ഘട്ടമൊക്കെ കഴിയുമ്പോൾ ഈ ഭാര്യയുടെ നല്ല സ്നേഹവും പെരുമാറ്റമൊക്കെ ഈ സ്ത്രീക്ക് മടുത്തു. മറ്റേ ആളുടെ ആ എസ്റ്റേറ്റ് മുതലാളിയുടെ അശുദ്ധ ബന്ധം, വീടിനകത്ത് ഈ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റില്ല കുറ്റബോധം. അവരൊരു ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് പ്രസംഗമൊക്കെ കേട്ട് പാപജീവിതത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഈ സ്ത്രീ പൊട്ടിക്കരഞ്ഞിട്ട് ഇത് ഭർത്താവിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ ചേട്ടാ, ഞാനൊരു മഹാപാപിയാണ്. ഞാൻ ഇത്രയും വർഷം നിങ്ങളെ ചതിക്കിയിരുന്നു. എനിക്കിങ്ങനെ ഒരു അശുദ്ധ ബന്ധമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഭർത്താവിനോട് മുഴുവൻ പറഞ്ഞോ? മുഴുവൻ പറഞ്ഞു വെച്ചാൽ ഞാൻ മുഴുവൻ അങ്ങ് പറഞ്ഞു. എന്നിട്ടോ ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, പൊന്നു മോളെ, എന്നോട് ക്ഷമിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണോ പറഞ്ഞത്? എന്താ എൻ്റെ കാരണം? ഭർത്താവ് ഇങ്ങനെ പറഞ്ഞ് നിലവിളിച്ചു,
നിന്നെ എൻ്റെ ദൈവം നിന്നെ എൻ്റെ കയ്യിൽ തന്നല്ലോ. മദ്യപിച്ച് ലക്ക് കെട്ട് പാപസുഖത്തിൽ പെട്ടിട്ട് നിന്നെ സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. നീ എത്ര നല്ലതാ, അതുകൊണ്ടല്ലേ നീ എന്നോട് തുറന്നു പറഞ്ഞത്. ഇയാൾ കരയാൻ തുടങ്ങി. ഈ സ്ത്രീ വിചാരിച്ച് ഇയാൾ വല്ല ചവിട്ടിക്കൊല്ലും എന്ത് ചെയ്യുമായിരിക്കുന്നു. ഇയാൾ ഇങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങി. ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നു. ഭർത്താവ് ജോലി ഉപേക്ഷിച്ചു, കൂലിപ്പണി എടുക്കുന്നു, മദ്യപാനം നിർത്തി, ഭാര്യയെ പൊന്നുപോലെ നോക്കുന്നു. ഈ സ്ത്രീക്ക് ഇയാളുടെ സ്നേഹവും പ്രകടനം കാണുമ്പം ഭയങ്കര അസ്വസ്ഥത. ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കും? എന്തൊരു വിശുദ്ധനാണ്, എന്തൊരു സ്നേഹമുള്ളവനാണ്. ഞാൻ പറഞ്ഞ ഭർത്താവിനെ ഒന്ന് വിളിക്കാവോ? അയാളും ധ്യാനം കൂടുന്നുണ്ട്. അയാളെ വിളിച്ചു. അയാളും വന്നു. ഒരു വിശുദ്ധ മനുഷ്യൻ വരുന്നത് പോലെ, ഒരു സാധു മനുഷ്യൻ. ഞാൻ ചോദിച്ചു, ആൻറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു. ഉവ്വച്ച, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ആർക്കാ തെറ്റ് പറ്റിയത് ശരിക്കും? ഈ സ്ത്രീക്കാണ്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയച്ചാ. ഇവളെ ഇങ്ങനെ പാപത്തിലേക്ക് വിടാൻ തക്കവണ്ണം ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ കൊണ്ട് നടന്നു. ഇയാളിങ്ങനെ പറയുക. ഇയാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അറിയാണ്ട് അങ്ങ് കരഞ്ഞുപോയി. ഒരു പുരുഷൻ്റെ വിശുദ്ധി കണ്ടപ്പം എന്നെ കൊണ്ടൊന്നും പറ്റുന്നൊരു കാര്യമില്ല. എൻ്റെ കണ്ണ് നിറഞ്ഞിങ്ങനെ കരയാൻ തുടങ്ങി. ഇപ്പോൾ ഈ ആൻറ്റി എൻ്റെ നേരെ നോക്കി പറയുക, അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ. ഏത് ഞാൻ കൗൺസിലിംഗ് കൊടുക്കുക. അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവരുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിച്ചു. 2 മക്കൾ. ദൈവം രണ്ടിനെയും നന്നായിട്ട് അനുഗ്രഹിച്ചു. വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സമൃദ്ധിയോടെ അതുങ്ങൾ ജീവിക്കുന്നു. ഞാൻ ചോദിച്ചു, ആ എസ്റ്റേറ്റിൻ്റെ മുതലാളിയൊക്കെ എവിടെയുണ്ട്? അത് മുഴുവൻ കേസും കൂട്ടായി മക്കളാകെ പിഴച്ച് ആകെ തകർന്ന് തരിപ്പണം എവിടെ ഉണ്ടെന്നറിയാൻ മേല. പാവിയുടെ നിഴൽ പോലും ഇല്ലാതെ ആ ദേശത്തുനിന്ന് ദൈവം എടുത്തു കളഞ്ഞു. മാനസാന്തരപ്പെട്ട ഒരു കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ഒരു ഹല്ലേലൂയ പറയോ? ഇതത്രേ ദൈവത്തിൻ്റെ പ്രത്യേകത. ഇതാണ് ഒരു ഭർത്താവിൻ്റെ പ്രത്യേകത. ഇതാ യോസേഫ് നീതിമാനായതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം ഇടപെട്ടു. ഇനി നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, അവൻ്റെ കയ്യിലാണ് യേശു വന്നു വീണത്. എന്നെന്ന് ഓർക്കാൻ തക്കവണ്ണം ലോക ചരിത്രത്തിൽ ആരെല്ലാം കുടുംബത്തെക്കുറിച്ച് പറയുന്നുവോ, അപ്പോൾ അപ്പനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ യൗസേഫിനെ ദൈവം മാറ്റി നിർത്തി. ഇവൻ കൃപയുള്ളവനത്രേ. ഇനി നിങ്ങൾ പറ, യൗസേഫ് ധരിച്ച വസ്ത്രത്തിൻ്റെ പേരെന്താണ്? ഏതാണ്? കൃപാവസ്ത്രം. കൃപാവസ്ത്രം. ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്ക് ദൈവം വിവാഹം തരാൻ തുടങ്ങി. വിവാഹ കുദാശ. നമ്മളും ക്രിസ്തുവിൽ വിവാഹിതരാകാൻ തുടങ്ങി, കുടുംബം ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ കുമ്പസാരം സ്വീകരിച്ച് മണവാളനും മണവാട്ടിയും പള്ളിയിൽ വരും. അപ്പോൾ പുരോഹിതൻ ദൈവത്തിൻ്റെ വചനം വെച്ച് ഈ കുടുംബത്തെ ആശീർവദിക്കും. എന്നിട്ടാണ് കിരീടം വാഴ്ത്തുന്നത്. ആദ്യം ജീവിതത്തിലേക്ക് ദൈവവചനം ഇട്ട് തരും, എന്നിട്ടാണ് കിരീടം വാഴ്ത്തുന്നത്. ശ്രദ്ധിക്കണം, ഏത് വചനമാണ് വിവാഹത്തിന് നിൽക്കുമ്പോൾ പുരോഹിതൻ നമുക്ക് വായിച്ച് ആശീർവദിച്ച് തരുന്നത്? അന്ന് വായിച്ച് ശ്രദ്ധിച്ചില്ല അച്ഛാ, കല്യാണം കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, എവിടേക്കാണ് പോകേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ്, ഹണിമൂൺ എങ്ങോട്ടാണ്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള തിരുവചനം. അതെങ്ങനെയാണ് നിങ്ങളന്ന് വായിച്ച് കേട്ടിട്ടുണ്ടാവുക? നിങ്ങളുടെ ശിരസിലേക്ക് ഈ വചനമാണ്. ഇതാ പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമാണോ? യേശു അവരോട് പറഞ്ഞു, ദൈവം ആദിയിൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അപ്പോൾ അവർ യേശുവിനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മോശ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപേക്ഷണ പത്രം എഴുതി ഉപേക്ഷിച്ചു കൊള്ളാൻ. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടായിരുന്നു, ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ദൈവം ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു, അതുകൊണ്ട് അവർ വേർപിരിയാൻ പാടില്ല. അവർ ഒന്നാണ്, രണ്ടല്ല. പരീശന്മാർക്ക് കാര്യം മനസ്സിലായി, അവർ തിരിച്ചുപോയി. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു, ഗുരു, അങ്ങിപ്പോൾ വിശദീകരിച്ച് പഠിപ്പിച്ചതുപോലെയാണെങ്കിൽ കല്യാണം കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ യേശു ശിഷ്യന്മാരോടൊരു മറുപടി പറഞ്ഞു. ആ മറുപടി വായിപ്പിച്ച് കേട്ടിട്ടാണ് കിരീടം വാഴ്ത്തി വെക്കുന്നത്. കൃപ ലഭിച്ചവരല്ലാതെ ആരും ഇത് സ്വീകരിക്കുന്നില്ല. കണ്ടോ? കുടുംബജീവിതത്തെക്കുറിച്ച് പറയാൻ നേരത്ത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ ആരും ഇത് സ്വീകരിക്കുന്നില്ല. അപ്പൊ ക്രിസ്തീയ കുടുംബജീവിതത്തിന് എന്ത് വേണം? ഒന്ന് ഉറക്കെ പറ, കൃപ വേണം. കഴിഞ്ഞ ക്ലാസ് ക്രിസ്തീയ കുടുംബജീവിതത്തിന് കൃപ വളരെ പ്രധാനപ്പെടും. ആ കൃപയിലാണ് കുടുംബജീവിതത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കുക. ഇപ്പം നമ്മളിങ്ങനെ ഓർക്കണം, ഇതാ കൃപയിലാണ് കുടുംബജീവിതം പണിയേണ്ടത്.
അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഈ ആറ്റമംഗലം പള്ളിയിൽ ധ്യാനം കൂടി. ഒരു കാര്യം ശ്രദ്ധിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇവിടെ വന്ന നിങ്ങൾ തന്നെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. വന്ന വസ്ത്രത്തിൻ്റെ മേൽ കൃപാവസ്ത്രം ധരിച്ചുകൊണ്ട് പോയാൽ ക്ഷമിക്കാനുള്ള ശക്തി ദൈവം തരാൻ തുടങ്ങും, സഹിക്കാനുള്ള കൃപ തരാൻ തുടങ്ങും, അഭിഷേകം വരാൻ തുടങ്ങും, അനുഗ്രഹം വരാൻ തുടങ്ങും, സംതൃപ്തി വരാൻ തുടങ്ങും. സിക്കമൂർ മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് പിടിവിടണം. സക്കായി പിടിവിട്ടപ്പോൾ അവൻ്റെ വീട്ടിൽ ദൈവം ഒരു സാധനം കൊടുത്തു വിട്ടു, അബ്രഹാമ്യ ഭവനം എന്ന രക്ഷ. ഇതാ ഇവൻ്റെ ഭവനം രക്ഷിക്കപ്പെട്ടു, അബ്രഹാമ്യ ഭവനം എന്ന് വിളിക്കപ്പെടും. നമുക്കുള്ള വാഗ്ദാനമാണത്, രക്ഷാജീവിതം. ദൈവമക്കളെ, നമ്മുടെ കുടുംബം പിശാച് കയറി ഇറങ്ങി നിരങ്ങി തകർത്ത് തരിപ്പണമാക്കിയ ഒരു കുടുംബമാകരുത്. പിശാച് കയറിയതിൻ്റെ ലക്ഷണമാണ് വീട്ടിൽ വ്യഭിചാരം വിട്ടുപോകില്ല, മദ്യപാനം വിട്ടുപോകില്ല, ആത്മഹത്യ ചിന്ത വിട്ടുപോകില്ല, സമൃദ്ധി വരുന്നില്ല, സമാധാനം ഉണ്ടാകുന്നില്ല, നിരപ്പ് ഉണ്ടാകുന്നില്ല, വെറുപ്പും പെറുവെറുപ്പും അസ്വസ്ഥതയും പ്രതിസന്ധിയും ആകുലതയും മാത്രം. ദൈവം വന്നതിൻ്റെ ലക്ഷണമാണ് സ്നേഹിക്കാനുള്ളൊരു ശക്തി, ക്ഷമിക്കാനുള്ളൊരു ശക്തി. ദൈവവചനത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ യേശുവിന് വിട്ടു കൊടുക്കുക. ആദ്യം പറഞ്ഞ വചനം ഒന്നുകൂടെ ധ്യാനിക്കുക. ഒരു കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിയപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വിളമ്പാൻ പറ്റില്ല, തികയില്ല. അത് യേശുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങളെ സംതൃപ്തമാക്കുന്നതാണ്. മകനെ, മകളെ, നിന്റെ കുടുംബം നിന്നെ സംതൃപ്തിപ്പെടുത്തണമെങ്കിൽ ദൈവം അതിൻ്റെ മേലൊരു ആശീർവാദം തരണം. ദൈവം അത് ആശീർവദിക്കണമെങ്കിൽ നീ അത് ദൈവത്തിന് കൊടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ മലർത്തപ്പെട്ട കൈകളിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാം ഒന്ന് എടുത്തു വെക്കുക, ഹൃദയം കൊണ്ടെടുത്ത് വെക്കുക. ജീവിത പങ്കാളി, മക്കൾ, ജോലി, നഷ്ടങ്ങൾ, രോഗങ്ങൾ, കഷ്ടതകൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഇതാ ദൈവം ആശീർവദിച്ച് തരാൻ പോകുന്നു. ഒന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവേ, എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ പങ്കാളി, എനിക്ക് പലപ്പോഴും ലജ്ജ തോന്നിപ്പോയിട്ടുണ്ട്, എനിക്ക് പലപ്പോഴും കുറ്റപ്പെടുത്തൽ തോന്നിപ്പോയിട്ടുണ്ട്, എനിക്കൊന്ന് നന്നായി സ്നേഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ കരുതുന്നില്ല. പരാതികളാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. സ്നേഹം കൊണ്ടൊന്ന് നിറയ്ക്കണമേ, സ്നേഹം കൊണ്ടൊന്ന് നിറയ്ക്കണമേ. എൻ്റെ പങ്കാളിയെ സ്നേഹിക്കാൻ അഭിഷേകം കിട്ടണമേ. നീ എനിക്ക് തന്ന പങ്കാളിയായി ഇത് ഞാൻ തിരിച്ചറിയണമേ. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഞാനിതാ ഈ പങ്കാളിയെ സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ മക്കളെ സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ മരുമക്കളെ സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ മാതാപിതാക്കന്മാരെ സ്വീകരിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങുക. ഇതാ നിന്റെ കയ്യിലിരിക്കുന്നതിനോട് ഏറ്റവും സ്നേഹത്തോടെ കർത്താവിനെ കാഴ്ചവെക്കുക. കർത്താവേ, എൻ്റെ പങ്കാളിയോട്, മക്കളോട്, ബന്ധങ്ങളോട് ഏതെങ്കിലും തരത്തിൽ മുറിവേൽപ്പിച്ച രീതി ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തിരുരക്തം കൊണ്ട് ഇതിനെ കഴുകണമേ. പ്രാർത്ഥിക്കുക. തിരുരക്തം കൊണ്ട് കഴുകണമേ. ഒന്ന് അഭിഷേകം ചെയ്യണമേ. ദൈവം നിന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നിന്നെ ആരോഗ്യപരമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നിന്നെ ആത്മീയമായി ആശീർവദിക്കട്ടെ. നിന്റെ കുടുംബത്തിൽ നിന്ന് അസ്വസ്ഥത ദൈവം എടുത്തു കളയട്ടെ. ഇതാ പരിശുദ്ധ പരിമല തിരുമേനിയുടെയും പരിശുദ്ധ മാതാവിൻ്റെയും എല്ലാ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ നീ നിന്റെ കുടുംബത്തെ കർത്താവിന് കാഴ്ചവെച്ചിട്ട് പ്രാർത്ഥിക്കുക. ഈ ഭവനത്തെ സ്നേഹം കൊണ്ട് പണിയണമേ. കണ്ണുകളടച്ച് യേശുവിലേക്ക് കൊടുത്ത്, ദൈവ സ്നേഹമേ, സ്നേഹം കൊണ്ടൊരു വീട് പണിയാൻ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ദൈവസന്നദ്ധിയിൽ ധൈര്യപ്പെട്ട് നിൽക്കുക. ഇതാ യേശുവേ, നീ വാഴ്ത്തി തന്നതിന് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുന്നു. നീ വാഴ്ത്തി തന്ന എൻ്റെ കുടുംബത്തിലെ എല്ലാ ബന്ധങ്ങളെയും എല്ലാ അവസ്ഥകളെയും ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. ഇനി ഞാനല്ല, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ ഈ ഭവനത്തെ യേശുവിൻ്റെ നാമത്തിൽ നിലനിർത്തും. ഇതിന്മേൽ കൃപാസമാധാനം ഒഴുകട്ടെ. സന്തോഷത്തോടെ ഭവനത്തെ ദൈവകരങ്ങളിൽ നിന്ന് വാങ്ങി അനുഗ്രഹത്തിൻ്റെ ഭവനമായി ദൈവം തീർക്കട്ടെ. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉയരട്ടെ. ദൈവവചനം വായിക്കപ്പെടട്ടെ. ദൈവാനുഗ്രഹം നിന്മേൽ നിൽക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.